Hello dear students and welcome back to Learn Well. എൻ്റെ പേര് മുഹമ്മദ് തഫീം. നമ്മുടെ ഫൈനൽ എക്സാം അടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ ഫൈനൽ എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു സ്പെഷ്യൽ സീരീസ് ആണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻസർ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ആൻസർ ചെയ്യാൻ പോകുന്നത് കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. അപ്പോൾ 2023, 2022, 2021 ഈ 3 ഇയേഴ്സിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ആൻസർ ചെയ്ത് നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഇത് കൃത്യമായൊരു ഐഡിയ കിട്ടും, എന്ത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരിക. നമ്മൾ പഠിച്ച കുറേ കാര്യങ്ങൾ പഠിച്ചു, ആ പഠിച്ച കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ആപ്ലിക്കേഷൻ ലെവലിൽ നമ്മൾ ഉപയോഗിക്കുക. ഈ ഒരു സംഗതി ആയിരിക്കും നമ്മുടെ പരീക്ഷ എന്ന് പറയുന്നത്. അതാണ് നമ്മൾ പഠിച്ച സംഗതികൾ എന്ത് ചെയ്യുക, നമ്മൾ പറ്റി തെളിയിക്കേണ്ട ഒരു സ്ഥലമാണ് പരീക്ഷ, എക്സാംസ് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് കഴിഞ്ഞ വർഷങ്ങളിൽ സാധാരണയായിട്ട് എന്താണ് മോഡൽ, ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ എങ്ങനെയാണ്, ഇതൊക്കെ പരിചയപ്പെടാൻ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻസർ ചെയ്യുന്നത് നമ്മളെ സഹായിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കഴിഞ്ഞ ഒരു 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് ആൻസർ ചെയ്ത് നോക്കാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുമ്പോൾ സമയബന്ധിതമായിട്ട് ആൻസർ ചെയ്യണം. 1.5 മണിക്കൂറാണ് എന്തുള്ളത് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻസർ ചെയ്യാനുള്ളത്. പക്ഷെ കെമിസ്ട്രി ഒന്നും അങ്ങനെ ടൈം പ്രശ്നം വരാറുള്ള സബ്ജക്റ്റ് അല്ല, കാരണം നമുക്ക് ഒരുപാട് എഴുതാനൊന്നുമില്ല, കുറച്ച് ആലോചിക്കാൻ മാത്രമാണ് ഉണ്ടാവാറുള്ളൂ. അതുപോലെ ക്വസ്റ്റ്യൻസും കുറവായിരിക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, നമുക്ക് ഓപ്ഷൻസ്, ചോയ്സസ് ഉണ്ട് അല്ലേ. ഓരോ സെക്ഷനിലും നമുക്ക് ഇത്ര ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്താൽ മതി എന്ന് ചോദിച്ചാൽ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് എന്താ, നമ്മൾ ആദ്യം നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആദ്യം തന്നെ പ്രയോറിറ്റി കൊടുക്കേണ്ടത് അറിയാവുന്ന ക്വസ്റ്റ്യൻസിനാണ്. അത് ആൻസർ ചെയ്ത ശേഷം വേണം എന്ത് ചെയ്യാൻ, ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യുക. അതുപോലെ ഓരോ സെക്ഷനിലും ആവശ്യമുള്ള ക്വസ്റ്റ്യൻസ് മാത്രം അറ്റൻഡ് ചെയ്തതിന് ശേഷമാണ് എന്ത് ചെയ്യാവുള്ളൂ, എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പാടുള്ളൂ. ടൈം കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു നിർദ്ദേശം മാത്രമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നത് 2021 കഴിഞ്ഞ വർഷത്തെ SSLC എക്സാമിലെ കെമിസ്ട്രി ക്വസ്റ്റ്യൻ പേപ്പറാണ്. കമ്പാരിറ്റീവ്ലി സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു കഴിഞ്ഞ വർഷം കെമിസ്ട്രി എക്സാമിന് ചോദിച്ചത്. നല്ല രസമുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യണം, ആദ്യത്തെ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻ ഒക്കെ എടുത്തിട്ട് നല്ലപോലെ വായിച്ച് നമ്മൾ എങ്ങനെ ആൻസർ ചെയ്യാം, ഏത് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യും, ഏതാണ് അവസാനത്തേക്ക് വെക്കേണ്ടത്, ഇങ്ങനെ ഒരു ഐഡിയ ഒക്കെ എന്ത് ചെയ്യണം, നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ക്വസ്റ്റ്യൻ 1 മുതലുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, നമുക്ക് ആൻസർ ചെയ്ത് നോക്കാം. അപ്പോൾ സെക്ഷൻ എയിൽ ആൻസർ എനി 4 questions from 1 to 5. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 1 score. അപ്പോൾ എന്ത് ചെയ്യണം, 1 മുതൽ 5 വരെയുള്ള ഏതെങ്കിലും 4 ക്വസ്റ്റ്യൻസ്, ടോട്ടൽ 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിൽ ഏതെങ്കിലും 4 എണ്ണം എന്ത് ചെയ്താൽ മതി, ആൻസർ ചെയ്താൽ മതി. ഓരോന്നിനും 1 മാർക്കാണ്, അതായത് 1 word ക്വസ്റ്റ്യൻസ് ആണ്. ഒരു വാക്കിലും ഒരു സെന്റൻസിലും ആൻസർ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ദ മോണോമർ ഓഫ് പോളിവിനൈൽ ക്ലോറൈഡ് ഇസ്. പോളിവിനൈൽ ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ PVCയുടെ മോണോമർ എന്താണ്? സ്വാഭാവികമായിട്ട് നമുക്ക് എല്ലാം അറിയാം, പോളിവിനൈൽ ക്ലോറൈഡ് അത് പോളിമർ ആണ്. അപ്പോൾ മോണോമർ എന്താണ്, ആ പോളി അങ്ങോട്ട് നീക്കി കഴിഞ്ഞാൽ വിനൈൽ ക്ലോറൈഡ് ആണ് എന്തെന്ന് പറയുന്നത്, PVCയുടെ മോണോമർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ പോളിവിനൈൽ ക്ലോറൈഡ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്കിവിടെ എഴുതി വെക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, പോളിവിനൈൽ ക്ലോറൈഡിന്റെ മോണോമർ. പോളിവിനൈൽ ക്ലോറൈഡിന്റെ മോണോമർ എന്ന് പറയുന്നത് വിനൈൽ ക്ലോറൈഡ് ആണ്. ഓക്കെ, അപ്പോൾ വിനൈൽ ക്ലോറൈഡ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ വിനൈൽ ക്ലോറൈഡ്. സിമ്പിൾ അല്ലേ? ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. Second question, in an atom 4 electrons are present in the p subshell of its m shell. m shell ന്റെ p subshell 4 electrons ഉണ്ട്. m subshell എന്ന് പറയുമ്പോൾ 1 2 3. തേർഡ് ഷെല്ലില് p subshell 3 electrons ഉണ്ട്. ഓക്കെ, how is it represented? അപ്പോൾ തേർഡ് ഷെൽ ആയതുകൊണ്ട് ഷെൽ നമ്പർ എന്തായിരിക്കും, 3 ആയിരിക്കും. p subshell ആയതുകൊണ്ട് p, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 4 ആയതുകൊണ്ട് p4. അപ്പോൾ ഇതിന്റെ ആൻസർ എന്താണ്, 3p4 ആണ് ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യന്റെ ആൻസർ 3p4 നമുക്കിവിടെ എഴുതി വെക്കാം, 3p4. ഓക്കെ, ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. തേർഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ റിലേഷൻ ആൻഡ് ഫിൽ അപ്പ്. അപ്പോൾ എന്താ നമുക്ക് തന്നിട്ടുള്ളത്, നമ്മൾ റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡ് തന്നിരിക്കുന്ന ഒരു സംഗതി, അതിനോട് എന്തോ റിലേഷൻ റൈറ്റ് സൈഡിലുള്ള ആൾക്കുണ്ട്. ആ റിലേഷൻ കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഫില്ല് ചെയ്യണം. അപ്പോൾ ആദ്യം തന്നിരിക്കുന്ന ഒരു ഹോമോലോഗസ് സീരീസിന്റെ ജനറൽ ഫോർമുലയാണ് CnH2n+2. നമ്മൾ 6th ചാപ്റ്ററിൽ പഠിച്ച ഹോമോലോഗസ് സീരീസിന്റെ ഒരു ജനറൽ ഫോർമുല. അത് എന്തിന്റെ ജനറൽ ഫോർമുലയാണ്, ആൽക്കൈനിന്റെ ജനറൽ ഫോർമുല നമുക്ക് അറിയാം അല്ലെ. അപ്പോൾ രണ്ടാമത് നമുക്ക് തന്നിരിക്കുന്നതാണ് CnH2n-2 ആണ്. CnH2n-2 സ്വാഭാവികമായിട്ട് എന്തിന്റെ ജനറൽ ഫോർമുലയാണ്,
ആൽക്കൈനിന്റെ ജനറൽ ഫോർമുല, ട്രിപ്പിൾ ബോണ്ട് ഉള്ള ആൽക്കൈൻ എന്ന് പറയുന്ന അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സിന്റെ ജനറൽ ഫോർമുലയാണ് എന്ത്? CnH2n-2. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എന്ത് എഴുതാം? ആൽക്കൈൻ എന്ന് എഴുതാം. ഓക്കെ, ഇത്രയുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫോർത്ത് ക്വസ്റ്റ്യൻ, ഫിനോഫ്തലിൻ ഇസ് പിങ്ക് ഇൻ കളർ ഇൻ ദ സൊല്യൂഷൻ ഓഫ് അമോണിയ ഇൻ വാട്ടർ. അമോണിയ വെള്ളത്തിൽ ഡിസോൾവ് ആക്കി കഴിഞ്ഞാൽ അതിൽ ഫിനോഫ്തലിൻ നമ്മൾ ഡ്രോപ്പ് ചെയ്ത ഫിനോഫ്തലിന്റെ നിറം പിങ്ക് ആണ്. അങ്ങനെയാണെങ്കിൽ ദിസ് ഷോസ് ദാറ്റ് അമോണിയ ഡാഷ് ഇൻ നേച്ചർ. അപ്പൊ അമോണിയയുടെ എന്ത് നേച്ചർ ആണ് ഇത് കാണിക്കുന്നത്? അപ്പൊ ഫിനോഫ്തലിന്റെ പ്രത്യേകത അതൊരു ഇൻഡിക്കേറ്റർ ആണ്. ഫിനോഫ്തലിൻ എന്താണ് ഇൻഡിക്കേറ്റർ? അസിഡിസിറ്റി ഓർ ബേസിസിറ്റി ആണ് എന്ത് ചെയ്യുക? ഇൻഡിക്കേറ്റ് ചെയ്യുക. അസിഡിക് സൊല്യൂഷനിൽ ഫിനോഫ്തലിൻ കളർലെസ് ആയിരിക്കും. അപ്പൊ ബേസിക് സൊല്യൂഷനിലാണ് ഫിനോഫ്തലിൻ എന്താവുന്നത്? പിങ്ക് കളർ ആവുന്നത്. അപ്പൊ എന്ത് നേച്ചറാണ്? അമോണിയയുടെ ബേസിക് നേച്ചറാണ് നമുക്കിവിടെ മനസ്സിലാകുന്നത്. അപ്പോൾ ഫോർത്ത് ക്വസ്റ്റ്യന്റെ ആൻസർ ബേസിക് നേച്ചർ എന്നാണ്. ഓക്കെ, അമോണിയയുടെ ബേസിക് നേച്ചർ. ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ഓപ്ഷണൽ ആണ്, വേണമെങ്കിൽ ആൻസർ ചെയ്താൽ മതി. നമുക്ക് എന്ത് ചെയ്യാം? എന്തായാലും നമ്മളെല്ലാം ആൻസർ ചെയ്തുകൊണ്ട് അതുകൂടി നമുക്ക് ആൻസർ ചെയ്ത് പോവാം. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വിച്ച് ഇസ് ഇലക്ട്രോലൈറ്റ് യൂസ്ഡ് ഇൻ ഇലക്ട്രോപ്ലേറ്റിംഗ് കോപ്പർ ഓൺ ആൻ അയൺ റിംഗ്. ഒരു അയൺ റിംഗിൽ കോപ്പർ ഇലക്ട്രോപ്ലേറ്റ് ചെയ്യണമെങ്കിൽ എന്താണ് ഇലക്ട്രോലൈറ്റ് ആയിട്ട് ഉപയോഗിക്കേണ്ടത്? അപ്പൊ ഇലക്ട്രോളിസിസ് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചതാണ്, ഇലക്ട്രോലൈറ്റിക് സെല്ല് പഠിച്ചപ്പോൾ എന്താണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്? ആ മെറ്റലിന്റെ സോൾട്ട് സൊല്യൂഷൻ ആണ് ഉപയോഗിക്കുന്നത്. ഏത് മെറ്റലാണോ കോട്ട് ചെയ്യുന്നത് അതിന്റെ സോൾട്ട് സൊല്യൂഷൻ ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പൊ അയൺ റിംഗിൽ കോപ്പർ കോട്ട് ചെയ്യുന്നതുകൊണ്ട് കോപ്പറിന്റെ സോൾട്ട്. അപ്പൊ ഇവിടെ കോപ്പറിന്റെ സോൾട്ട് ആരാണ്? കോപ്പർ സൾഫേറ്റ്, CuSO4 ആണ് ഇവിടെ കോപ്പറിന്റെ സോൾട്ട്. അപ്പൊ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ആണ് നമ്മളിവിടെ ഇലക്ട്രോലൈറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, നമുക്ക് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ആൻസർ എഴുതി വെക്കാം. CuSO4 കോപ്പർ സൾഫേറ്റിന്റെ സൊല്യൂഷൻ ആണ് എന്ത് ചെയ്യുക? നമ്മൾ അയൺ ബാങ്കിൽ അയൺ റിംഗിൽ കോപ്പർ പ്ലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇലക്ട്രോലൈറ്റ് ആയിട്ട് ഉപയോഗിക്കുക. അപ്പോൾ നമ്മുടെ സെക്ഷൻ A തീർന്നു, വളരെ എളുപ്പത്തിൽ തീർന്നു. നമുക്ക് ഇനി സെക്ഷൻ ബിയിലേക്ക് കടക്കാം. അപ്പോൾ അടുത്തത് സെക്ഷൻ ബി ആണ്. സെക്ഷൻ ബിയുടെ പ്രത്യേകത എന്താ? ആൻസർ ഇനി 4 questions from 6 to 10. 6 മുതൽ 10 വരെ 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അല്ലെ ഏതെങ്കിലും 4 എന്ത് ചെയ്താൽ മതി? ആൻസർ ചെയ്താൽ മതി. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 2 scores. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ എല്ലാത്തിലും ഏകദേശം ഉണ്ട്, A പാർട്ടും B പാർട്ടും ഉണ്ട്. അപ്പൊ 2 ക്വസ്റ്റ്യൻസ്, 1 മാർക്കിന്റെ 2 ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ഭൂരിഭാഗവും വരാറുള്ളത് ഈ ഒരു സെക്ഷനിൽ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 6th ക്വസ്റ്റ്യൻ നോക്കൂ. ചൂസ് ദ സ്യൂട്ടബിൾ മെത്തേഡ് യൂസ്ഡ് ഇൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോസസ്സസ് ഫ്രം ദ ബ്രാക്കറ്റ്. ലിക്വേഷൻ, ലീച്ചിങ്, ഫ്രോത്ത് ഫ്ലോട്ടേഷൻ, ഡിസ്റ്റിലേഷൻ. അപ്പൊ 4 മെറ്റലർജിക്കൽ പ്രോസസ്സ്, മെറ്റൽസിന്റെ പ്രൊഡക്ഷനിൽ ഇൻവോൾവ് ആയിട്ടുള്ള 4 പ്രോസസ് നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ A എന്ന് പറയുന്ന സാഹചര്യത്തിലും B എന്ന് പറയുന്ന സാഹചര്യത്തിലും സൂട്ടബിൾ ആയിട്ടുള്ള എന്ത് ചെയ്യാം? നമ്മൾ തിരഞ്ഞെടുക്കാം. അപ്പോൾ A എന്താണ്? കോൺസെൻട്രേഷൻ ഓഫ് സൾഫൈഡ് ഓയിൽസ്. സൾഫൈഡ് ഓയിൽസ് കോൺസെൻട്രേറ്റ് ചെയ്യാനാണ്. അപ്പൊ നമ്മൾ എന്താ ഉപയോഗിക്കുക? കോൺസെൻട്രേഷൻ ഓഫ് സൾഫൈഡ് ഓയിൽസ്, നമ്മൾ കോൺസെൻട്രേഷൻ ഓഫ് മെറ്റൽസ് ഫസ്റ്റ് സ്റ്റെപ്പ് ആണ്. അതിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ ആണ് സൾഫൈഡ് ഓയിൽസിന്റെ കോൺസെൻട്രേഷൻ ഉപയോഗിക്കാറുള്ളത്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് എഴുതാം. ഏയുടെ ആൻസർ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. ഓക്കെ, ഇനി 6B, റിഫൈനിങ് ഓഫ് മെറ്റൽസ് വിത്ത് ലോ ബോയിലിംഗ് പോയിന്റ്സ്. ലോ ബോയിലിംഗ് പോയിന്റ്സ് ഉള്ള മെറ്റൽസിനെ എങ്ങനെ റിഫൈൻ ചെയ്യാം? അപ്പൊ റിഫൈനിങ് ഓഫ് മെറ്റൽസിൽ വരുന്ന സ്റ്റെപ്സിൽ ഏതാണ്? ലിക്വേഷൻ, ഡിസ്റ്റിലേഷൻ, രണ്ടും റിഫൈനിങ് ഓഫ് മെറ്റൽസിൽ വരുന്ന സ്റ്റെപ്സ് ആണ് ബ്രാക്കറ്റിൽ വന്നിട്ടുള്ളത്. അതിൽ ലിക്വേഷൻ എന്താണ്? ലോ മെൽറ്റിംഗ് പോയിന്റ് ഉള്ള മെറ്റൽസിനെ റിഫൈൻ ചെയ്യാനാണ് ലിക്വേഷൻ ഉപയോഗിക്കുക. അപ്പോൾ ലോ ബോയിലിംഗ് പോയിന്റ് ഉള്ളവരെ ഡിസ്റ്റിലേഷൻ എന്താ? ആവിയെ വേപ്പറൈസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക? നമ്മൾ സെപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ അതിന്റെ ആൻസർ, ബിയുടെ ആൻസർ എന്താണ്? ഡിസ്റ്റിലേഷൻ ആണ്. അപ്പോൾ 6B ഡിസ്റ്റിലേഷൻ. ഓക്കെ, അപ്പോൾ 7th ക്വസ്റ്റ്യൻ, A. ഹൗ മെനി GMM ഇസ് പ്രസന്റ് ഇൻ 90 grams ഓഫ് വാട്ടർ. 90 gram വാട്ടറിൽ എത്ര GMM പ്രസന്റ് ആണ്? വാട്ടറിന്റെ കെമിക്കൽ ഫോർമുല H2O ആണ്. ഓക്കെ, അപ്പോൾ വാട്ടറിന്റെ കെമിക്കൽ ഫോർമുല H2O ആണെന്ന് നമുക്കറിയാം. അപ്പൊ മോളിക്കുലാർ മാസ് എത്രയാണ്? മോളിക്കുലാർ മാസ് വാട്ടറിന്റെ മോളിക്കുലാർ മാസ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ എത്ര തന്നിട്ടുള്ളത്? 18 ആണെന്ന് വാട്ടറിന്റെ മോളിക്കുലാർ മാസ് നമുക്ക് തന്നിട്ടുണ്ട്. മോളിക്കുലാർ മാസ് ഇസ് ഈക്വൽ ടു 18. അപ്പോൾ 1 GMM എന്തായിരിക്കും? ആ മോളിക്കുലാർ മാസിനെ ഗ്രാംസിൽ എക്സ്പ്രസ് ചെയ്യുക. അപ്പോൾ GMM gram molecular mass is equal to 18 grams. മോളിക്കുലാർ മാസിനെ ഗ്രാംസിൽ എക്സ്പ്രസ് ചെയ്തു. ഇനി നമുക്ക് നമ്പർ ഓഫ് GMMs കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് GMMs. അപ്പൊ നമ്പർ ഓഫ് GMMsന്റെ ഇക്വേഷൻ A. നമ്പർ ഓഫ് GMM is equal to എന്താണ്? given mass in grams. given mass in grams divided by gram molecular mass. given mass in grams divided by gram molecular mass. given mass എന്ന് പറയുന്നത് 90 gram ആണ്.
ഗ്രാം മോളിക്കുലർ മാസ് 18 grams ആണ്. 90 grams divided by 18 grams. അപ്പോൾ നമ്പർ ഓഫ് GMM എത്രയാണ്? 5 GMM. നമ്പർ ഓഫ് GMM 5 ആണ്. ഓക്കെ, സിമ്പിൾ അല്ലേ? 5 GMM ആണ് നമ്പർ ഓഫ് GMMs. ഇനി ഇതിന്റെ ബി ക്വസ്റ്റ്യൻ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഫൈൻഡ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് പ്രസന്റ് ഇൻ ഇറ്റ്. നമ്പർ ഓഫ് മോളിക്യൂൾസ്. അപ്പൊ നമ്പർ ഓഫ് മോളിക്യൂൾസ് കിട്ടണമെങ്കിൽ എന്ത് വേണം നമുക്ക് ആദ്യം? നമ്പർ ഓഫ് മോൾസ് വേണം. നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് മോളിക്യൂൾസ്. ഇവിടെ മോളിക്യൂൾ വെച്ചാണ് നമ്മൾ ഡീൽ വാട്ടർ മോളിക്യൂൾ ഡീൽ ചെയ്യുന്നത്. അപ്പൊ നമ്പർ ഓഫ് മോളിക്യൂൾസ് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് GMM-നോട് ഈക്വൽ ആണ്. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് മോളിക്യൂൾസ്. അപ്പൊ നമ്പർ ഓഫ് മോൾസ് ഓഫ് മോളിക്യൂൾസ് is equal to number of GMM is equal to 5 moles. Okay, 5 moles of molecules ഉണ്ട്. Number of GMM-നോട് ഈക്വൽ ആയിരിക്കും. Therefore, number of molecules എങ്ങനെ കിട്ടും? Number of moles into 6.022 into 10 raised to 23. എന്ത് ചെയ്താൽ മതി? അവഗാഡ്രോ നമ്പറുമായിട്ട് നമ്പർ ഓഫ് മോൾസിനെ മൾട്ടിപ്ലൈ ചെയ്താൽ നമ്പർ ഓഫ് മോൾസ് എത്രയാണ്? 5. നമ്പർ ഓഫ് മോളിക്യൂൾസ് ഈക്വൽ ടു 5 into 6.022 into 10 raised to 23 മോളിക്യൂൾസ്. ഓക്കെ, സിമ്പിൾ ആണ്. ഇത്രയുള്ള നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടെത്താൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. എഥനോൾ ഇസ് an alcohol which is extensively used for industrial purposes. What is rectified spirit? എന്താണ് rectified spirit? 95% എഥനോളിനാണ് rectified spirit എന്ന് പറയാം. അപ്പോൾ അവിടെ തന്നെ എഴുതാം. 8th ക്വസ്റ്റ്യൻ്റെ A 95% എഥനോൾ. 95% എഥനോളിനാണ് നമ്മൾ എന്ത് വിളിക്കുക? rectified spirit എന്ന് വിളിക്കുക. പിന്നെ B പാർട്ടിൽ how does rectified spirit differ from absolute alcohol? absolute alcohol എന്ന് പറഞ്ഞാൽ എന്താണ്? 99% പ്യുവർ ആയിട്ടുള്ള എഥനോൾ ആണ്. അപ്പോൾ absolute alcohol is 99% ethanol. അപ്പോൾ എന്താ അവർ തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇറ്റ് ഈസ് പ്യുവറർ ദാൻ റെക്ടിഫൈഡ് സ്പിരിറ്റ്. ഇറ്റ് ഈസ് പ്യുവറർ ദാൻ റെക്ടിഫൈഡ് സ്പിരിറ്റ്. റെക്ടിഫൈഡ് സ്പിരിറ്റിനേക്കാൾ കൂടുതൽ പ്യുവർ ആണ് ആര്? നമ്മുടെ ആബ്സൊല്യൂട്ട് ആൽക്കഹോൾ എന്ന് പറയുന്നത്. അതാണ് അവർ രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, 9th ക്വസ്റ്റ്യൻ. കോൺസെൻട്രേറ്റഡ് ഓൾസ് ആർ കൺവേർട്ടഡ് ഇൻ ടു ദർ ഓക്സൈഡ്സ് ബൈ 2 പ്രോസസ്സസ്. അപ്പോൾ കോൺസെൻട്രേറ്റഡ് ഓൾസ് മെയിനായിട്ട് 2 പ്രോസസ്സിലൂടെയാണ് എന്ത് ചെയ്യുക? അതിൻ്റെ ഓക്സൈഡ്സിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുക. അതായതൊക്കെയാണ് കാൽസിനേഷനും റോസ്റ്റിങ്ങും. അതിൽ എ പാർട്ടിൽ ചോദിച്ചാൽ നെയിം ഓഫ് ദ പ്രോസസ് ക്യാരി ഔട്ട് ഇൻ ദ പ്രസൻസ് ഓഫ് എയർ. പ്രസൻസ് ഓഫ് എയറിൽ ക്യാരി ഔട്ട് ചെയ്യുന്നത് എന്താണ്? റോസ്റ്റിംഗ് ആണ്. ഓക്കെ, പ്രസൻസ് ഓഫ് എയറിൽ ക്യാരി ഔട്ട് ചെയ്യുന്നത് റോസ്റ്റിംഗ് ആണ്. അപ്പോൾ എയുടെ ആൻസർ റോസ്റ്റിംഗ്. ഇൻ ദ പ്രസൻസ് ഓഫ് എയർ ഇറ്റ് ഈസ് റോസ്റ്റിംഗ്. ഓക്കെ, ബി വിച്ച് പ്രോസസ് ഇസ് യൂസ്ഡ് ഇൻ ദ കേസ് ഓഫ് കാർബണേറ്റ് ഓൾസ്. കാർബണേറ്റ് ഓൾസിനെ ഓക്സൈഡ്സ് ആക്കുന്ന ആരാണ്? കാൽസിനേഷൻ ആണ്. കാർബണേറ്റ്സും ഹൈഡ്രോക്സൈഡ്സും നമ്മൾ യൂസ് ചെയ്യുന്നത് കാൽസിനേഷൻ ആണ്. അപ്പോൾ ബിയുടെ ആൻസർ കാൽസിനേഷൻ. ബിയുടെ ആൻസർ കാൽസിനേഷൻ. ഓക്കെ, ഇനി 10th ക്വസ്റ്റ്യൻ നമുക്ക് ഓപ്ഷണൽ ആണ്. 10th ക്വസ്റ്റ്യൻ വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. നമുക്ക് എന്ത് ചെയ്യാം? ചെയ്തു പോയേക്കാം. ഓക്കെ, 10th ക്വസ്റ്റ്യൻ. Concentrated sulfuric acid forms nitric acid on reaction with nitrates. The chemical equation of this reaction is given below. Sodium nitrate plus sulfuric acid gives sodium bisulfate plus HNO3. അപ്പോൾ സൾഫ്യൂരിക് ആസിഡ് എന്ത് ചെയ്യും? നൈട്രേറ്റുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് നൈട്രിക് ആസിഡ് ഫോം ചെയ്യും. നൈട്രേറ്റുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് നൈട്രിക് ആസിഡ് ഫോം ചെയ്യും. അതിന്റെ റിയാക്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. Which sodium salt is used to get hydrochloric acid in the same manner? അപ്പൊ നൈട്രേറ്റ് വരുന്ന ഒരു സോൾട്ട് ഉപയോഗിച്ചാൽ എന്ത് കിട്ടും? നമുക്ക് നൈട്രിക് ആസിഡ് കിട്ടും. അപ്പൊ സോഡിയത്തിന്റെ എന്ത് സോൾട്ട് ഉപയോഗിക്കണം? ക്ലോറൈഡ് വരുന്ന സോൾട്ട് ഉപയോഗിച്ചാലാണ് HCl, ഹൈഡ്രജൻ ക്ലോറൈഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ് നമുക്ക് കിട്ടുക. അപ്പൊ എന്ത് ഉപയോഗിച്ചാൽ മതി? ഇവിടെ സോഡിയം നൈട്രേറ്റിന് പകരം നമ്മൾ എന്ത് ഉപയോഗിക്കുക? സോഡിയം ക്ലോറൈഡ് ഉപയോഗിക്കുക. അപ്പൊ ആൻസർ NaCl അല്ലെങ്കിൽ സോഡിയം ക്ലോറൈഡ്. രണ്ടെഴുതിയാലും കറക്റ്റ് ആണ്. NaCl അല്ലെങ്കിൽ സോഡിയം ക്ലോറൈഡ്. അല്ല, ബി ക്വസ്റ്റ്യൻ റൈറ്റ് ഡൗൺ ദ കെമിക്കൽ ഇക്വേഷൻ. കെമിക്കൽ ഇക്വേഷൻ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ സെയിം കെമിക്കൽ ഇക്വേഷൻ
സോഡിയം നൈട്രേറ്റിന് പകരം സോഡിയം ക്ലോറൈഡ് ആണ്. അപ്പോൾ ബി സോഡിയം ക്ലോറൈഡ് പ്ലസ് H2SO4 gives Na2SO4 പ്ലസ് HCl. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇക്വേഷൻസിനെ ബാലൻസ് ചെയ്യണം. അപ്പോൾ 2NaCl 2HCl ഇക്വേഷൻസ് ബാലൻസ് ആയി. ഓക്കെ, അപ്പോൾ നമ്മുടെ ബി പാർട്ട് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാണ്? അവസാനിക്കുകയാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? സി പാർട്ടിലേക്ക് കടക്കാം. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത സെക്ഷൻ സിയിലേക്ക് കടക്കാം. സെക്ഷൻ സിയിൽ എന്താണുള്ളത്? ആൻസർ എനി 4 ക്വസ്റ്റ്യൻസ് ഫ്രം 11 to 15 ഈച്ച് ക്യാരീസ് 3 scores. ഇവിടെയും എത്ര ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ മതി? 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 11 മുതൽ 15 വരെയുള്ള 5 ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും 4 എണ്ണം മാത്രം ആൻസർ ചെയ്താൽ മതി. ഓരോന്നിന് എത്ര മാർക്ക് വെച്ചാണ്? 3 മാർക്സ് വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 11th ക്വസ്റ്റ്യൻ നോക്കാം. Subshell electronic configuration of a few elements are given. One of them is a noble gas. അപ്പോൾ തന്നിരിക്കുന്ന PQRS ഇതിൽ ഒരാൾ എന്താണ്? നോബൽ ഗ്യാസ് ആണ്. ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻ എ, വിച്ച് എലമെന്റ് ഹാസ് ദ ഹയസ്റ്റ് അയണൈസേഷൻ എനർജി? ഏറ്റവും കൂടുതൽ അയണൈസേഷൻ എനർജി ഉള്ളത് ആർക്കാണ്? അപ്പോൾ ഏറ്റവും കൂടുതൽ അയണൈസേഷൻ എനർജി ഉള്ള ആർക്കാണ്? ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള ആൾക്കാണ്. അല്ലെങ്കിൽ പീരിയോഡിക് ടേബിളിന്റെ ഏറ്റവും റൈറ്റിലുള്ള ആൾക്കാണ് എന്താണ്? ഏറ്റവും ഹയസ്റ്റ് അയണൈസേഷൻ എനർജി ഉണ്ടാവുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ആർക്കായിരിക്കും? ഇതിലൊരു നോബൽ ഗ്യാസ് ഉണ്ടെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ആ നോബൽ ഗ്യാസിനായിരിക്കും എന്തുണ്ടാവുക? ഹയസ്റ്റ് അയണൈസേഷൻ എനർജി ഉണ്ടാവുക. അപ്പോൾ ആരാണ് ഒരു നോബൽ ഗ്യാസ്? നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കിക്കഴിഞ്ഞാൽ പിയുടെ ലാസ്റ്റ് ഷെൽ, സെക്കൻഡ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 8 ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ? സെക്കൻഡ് ഷെല്ലില് 2+, എസിലെ 2ഉം പിയിലെ 6 കൂടി കൂട്ടുമ്പോൾ 8 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ നോബൽ ഗ്യാസ് ആരാണ്? പി ആണ്. അപ്പോൾ എ എന്ന് പറയുന്ന ചോദ്യത്തിന്റെ ഉത്തരം പി ആണ്. ഓക്കെ, അപ്പോൾ 11ന്റെ എ എന്താണ്? പി. ഓക്കെ, പി എന്ന് പറയുന്ന എലമെന്റ് ആണ്. ഇനി ബി, വിച്ച് എലമെന്റ് ബിലോങ്സ് ടു എസ് ബ്ലോക്ക്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എസ് ബ്ലോക്ക് എലമെന്റ് ആരാണ്? ലാസ്റ്റ് ഇലക്ട്രോൺ എസ് സബ് ഷെല്ലിൽ എൻ്റർ ചെയ്യുന്ന ആരാണ്? നോക്കിയാൽ മതി. അപ്പോൾ ചിലപ്പോൾ ആറും എസും തമ്മിലൊരു കൺഫ്യൂഷൻ വരാം. കാരണം ആറിന്റെയും അവസാനം 4s ആണ്, അതുപോലെ തന്നെ എസിന്റെയും അവസാനം 4s ആണ്. അപ്പോൾ ഇങ്ങനെ നോക്കിയാൽ ആറിൽ എന്തുണ്ട്? ഡി സബ് ഷെൽ ഉണ്ട്. ഡി സബ് ഷെൽ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഏത് ബ്ലോക്കാണ്? ഡി ബ്ലോക്കാണ്. അപ്പോൾ എസ് ബ്ലോക്ക് എലമെന്റ് ആരാണ്? എസ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എസ് ആണ്. ഓക്കെ, അപ്പോൾ 11ന്റെ ബി പാർട്ടിന്റെ ആൻസർ എസ്. ഇനി നമുക്ക് സി പാർട്ടിലേക്ക് കടക്കാം. വിച്ച് എലമെന്റ് ഷോസ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്? വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്ന എലമെന്റ് ആരാണ്? അപ്പോൾ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 2 ബ്ലോക്ക് എലമെന്റ്സ് കാണിക്കും. ഒന്ന് എഫ് ബ്ലോക്കും ഒന്ന് ഡി ബ്ലോക്കും. അപ്പോൾ ഇതിൽ എഫ് ബ്ലോക്ക് എലമെന്റ് ഇല്ല. ആരാണുള്ളത്? ഡി ബ്ലോക്ക് എലമെന്റ് ഇതിൽ തന്നിട്ടുണ്ട്. ആർ എന്ന് പറയുന്ന എലമെന്റ് ആണ് ഇവിടെ ഡി ബ്ലോക്ക്. അതിലാണ് ഡി സബ്ഷെൽ 3D സബ്ഷെൽ കാണാൻ കഴിയും. അപ്പോൾ ആർ എന്ന് പറയുന്ന എലമെന്റ് ആണ് ഇവിടെ ആൻസർ. ഓക്കെ, അപ്പോൾ സി ക്വസ്റ്റ്യന്റെ ആൻസർ ആറാണ്. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് 12th ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 12th ക്വസ്റ്റ്യന്റെ എ. അപ്പോൾ ഒബ്സർവ് ദ ഫിഗർ. 3 ഫിഗേഴ്സ് വന്നിട്ടുണ്ട്. മെറ്റൽ റോഡ്സ് ആർ ഡിപ്ഡ് ഇൻ സോൾട്ട് സൊല്യൂഷൻ ടേക്കൺ ഇൻ 3 ബീക്കേഴ്സ്. അപ്പോൾ 3 ബീക്കേഴ്സിലും സോൾട്ട് സൊല്യൂഷൻസ് ഉണ്ട്. അതിൽ ചില മെറ്റൽ റോഡ്സ് ഡിപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ബീക്കറിൽ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ, ബീക്കർ എയിൽ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ സിങ്ക് റോഡ് ഡിപ്പ് ചെയ്തിരിക്കുന്നു. കോപ്പർ ബിയിൽ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ തന്നെ, ബീക്കർ ബിയിൽ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ തന്നെ സിൽവർ റോഡ് ഡിപ്പ് ചെയ്തിരിക്കുന്നു. അതുപോലെ ബീക്കർ സിയിൽ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനിൽ കോപ്പർ റോഡും ഡിപ്പ് ചെയ്തിരിക്കുന്നു. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ക്വസ്റ്റ്യൻ എ, ഇൻ വിച്ച് ബീക്കർ ഡസ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ടേക്ക് പ്ലേസ്? ഗിവ് റീസൺ. ഇതിൽ ഏതിലാണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടക്കുക? അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടക്കണമെങ്കിൽ എന്താവണം? സൊല്യൂഷനിലുള്ള മെറ്റലിനേക്കാൾ എന്ത് വേണം? റിയാക്ടിവിറ്റി കൂടുതൽ അതിൽ ഡിപ്പ് ചെയ്തിരിക്കുന്ന റോഡിന് വേണം. ഓക്കെ, അപ്പൊ ബീക്കർ ബിയും ബീക്കർ സിയും നോക്കിക്കഴിഞ്ഞാൽ അതല്ല കേസ്. കോപ്പറിനേക്കാൾ റിയാക്ടിവിറ്റി കുറവാണ് ആർക്ക്? സിൽവറിന്. അതുപോലെ സിങ്കിനേക്കാൾ റിയാക്ടിവിറ്റി കുറവാർക്കാണ്? കോപ്പറിനാണ്. അപ്പോൾ ബീക്കർ ബിയും ബീക്കർ സിയും നമുക്ക് കഴിയില്ല. ബീക്കർ എയിൽ സിങ്ക് റോഡും കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ, കോപ്പറിനേക്കാൾ റിയാക്ടിവിറ്റി ആർക്ക് കൂടുതലാണ്? സിങ്കിന് കൂടുതലാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടക്കുന്നത് ഫസ്റ്റ് ബീക്കറിലാണ്. ബിക്കോസ് സിങ്ക് ഇസ് മോർ റിയാക്റ്റീവ് ദാൻ കോപ്പർ. അപ്പോ എ ക്വസ്റ്റ്യന്റെ ആൻസർ ബീക്കർ എ. റീസൺ എന്താ? ബിക്കോസ് സിങ്ക് Zn is more reactive than Cu. കോപ്പറിനേക്കാൾ, Cu എന്ന് പറഞ്ഞാൽ കോപ്പറിനേക്കാൾ മോർ റിയാക്റ്റീവ് ആരാണ്? സിങ്ക് ആണ്. ഇനി നമുക്ക് ബി ക്വസ്റ്റ്യൻ നോക്കാം. ബി ക്വസ്റ്റ്യൻ, റൈറ്റ് ഡൗൺ ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദ ഓക്സിഡേഷൻ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് ഇൻ ദിസ് ബീക്കർ. ഈ ബീക്കറിലെ ഓക്സിഡേഷൻ റിയാക്ഷൻ എന്താണ്
ഇക്വേഷൻ എഴുതാനാണ്, കെമിക്കൽ ഇക്വേഷൻ എഴുതാനാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഓക്സിഡേഷൻ റിയാക്ഷന്റെ കെമിക്കൽ ഇക്വേഷൻ, ഓക്സിഡേഷൻ എന്ന് പറയുന്നതാണ് ഇൻക്രീസിങ് ഓഫ് ഓക്സിഡേഷൻ നമ്പർ അല്ലെങ്കിൽ റിലീസിങ് ഓഫ് ഇലക്ട്രോൺസ്. അപ്പൊ സിങ്കിന്റെ വാലൻസി 2 ആണ്. സിങ്ക് എത്ര ഇലക്ട്രോൺസ് റിലീസ് ചെയ്യും? 2 ഇലക്ട്രോൺസ് റിലീസ് ചെയ്യും. അപ്പോൾ സിങ്ക് ഗിവ്സ് സിങ്ക് 2+ 2 ഇലക്ട്രോൺസ്. സിങ്ക് എന്ത് ചെയ്യുന്നു? 2 ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്തിട്ട് ഓക്സിഡൈസ് ആവുന്നു. സിങ്ക് 2+ എന്ന അയോൺ ആയിട്ട് ഓക്സിഡൈസ് ആവും. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യനും കഴിഞ്ഞു. നമുക്ക് 13th ക്വസ്റ്റ്യനിലേക്ക് പോവാം. 13th ക്വസ്റ്റ്യനിൽ കെമിക്കൽ ഇക്വേഷൻസ് ഓഫ് ദ റിയാക്ഷൻസ് ടേക്കിംഗ് പ്ലേസ് ഇൻ എ ബ്ലാസ്റ്റ് ഫർണസ് ഡ്യൂറിംഗ് ദ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് അയൺ ആർ ഗിവൺ ബിലോ. നമ്മൾ 5th ചാപ്റ്ററിൽ നമ്മൾ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് 4th ചാപ്റ്ററിൽ നമ്മൾ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് അയൺ പഠിച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. ആ സ്റ്റെപ്സിന് കുറച്ച് കെമിക്കൽ റിയാക്ഷൻസ് അതിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്. ആ കെമിക്കൽ റിയാക്ഷൻസിന്റെ ഇക്വേഷൻസ് ആണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, 5 ഇക്വേഷൻസ് ഉണ്ട്. ആ ഇക്വേഷൻസിൽ വിച്ച് കോമ്പൗണ്ട് ആക്ട്സ് ആസ് റിഡ്യൂസിങ് ഏജന്റ്. ഇവിടെ ആരാണ് റിഡ്യൂസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്? അപ്പോൾ റിഡ്യൂസിങ് ഏജന്റിന്റെ പണി എന്താ? മെറ്റൽ ഓക്സൈഡിൽ നിന്നും മെറ്റലിനെ വേർതിരിച്ചെടുക്കുക. അപ്പോൾ അത് 3rd ഇക്വേഷനിലാണ്. 3rd ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ Fe2O3 എന്ന മെറ്റൽ ഓക്സൈഡിൽ നിന്നും Fe ഉണ്ടായി വരുന്നുണ്ട്. ഓക്കെ, Fe2O3 എന്ന് പറയുന്ന മെറ്റൽ ഓക്സൈഡ്, അയണിന്റെ ഓക്സൈഡിൽ നിന്നും Fe അയൺ ഉണ്ടായി വരികയാണ്. ഓക്കെ, അപ്പൊ അവിടെ ആരാണ് റിഡ്യൂസിങ് ഏജന്റ് ആയിട്ട് നടന്നിട്ടുള്ളത്, പ്രവർത്തിച്ചിട്ടുള്ളത്? കാർബൺ മോണോക്സൈഡ് ആണ്, CO. റിഡ്യൂസിങ് ഏജന്റ് ആരാണ്? കാർബൺ മോണോക്സൈഡ് അല്ലെങ്കിൽ CO ആണ് അവിടെ പ്രവർത്തിച്ചിട്ടുള്ളത്. അപ്പോൾ എ ക്വസ്റ്റ്യന്റെ ആൻസർ CO അല്ലെങ്കിൽ കാർബൺ മോണോക്സൈഡ്. CO എന്ന് എഴുതിയാലും കാർബൺ മോണോക്സൈഡ് എന്ന് എഴുതിയാലും കറക്റ്റ് ആണ്. ഇനി അതിന്റെ ബി ക്വസ്റ്റ്യനിൽ വാട്ട് ഈസ് എ ഫംഗ്ഷൻ ഓഫ് CaO ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് അയൺ? CaO കാൽസ്യം ഓക്സൈഡിന്റെ പണി എന്താണ്? കാൽസ്യം ഓക്സൈഡ് എന്താണ്? ഫ്ലക്സ് ആണ്. ഗ്യാങ് ഇമ്പ്യൂരിറ്റി റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്ന ഫ്ലക്സ് ആണ് എന്ത്? കാൽസ്യം ഓക്സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് ആക്ട്സ് ആസ് ദ ഫ്ലക്സ് ദാറ്റ് റിമൂവ്സ് ദ ഇമ്പ്യൂരിറ്റി ഓർ ഗ്യാങ്. ഇറ്റ് ആക്ട്സ് ആസ് ദ flux that removes the impurities നമ്മൾ എന്താ വിളിക്കുക? ഗ്യാങ് എന്നാണ് വിളിക്കുക. impurity/gang. ഓക്കെ, ഇനി അതിന്റെ സി ക്വസ്റ്റ്യൻ വിച്ച് ഇസ് എ സ്ലാഗ് ഫോംഡ് ഹിയർ. ഇവിടെ ഫോം ചെയ്യുന്ന സ്ലാഗ് ആരാണ്? സ്ലാഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്ലക്സും ഇമ്പ്യൂരിറ്റി ആയ ഗ്യാങ്ങും കൂടി ചേർന്നുണ്ടാവുന്ന ഫൈനൽ പ്രോഡക്റ്റ് ആണ് എന്തെന്ന് പറയുന്നത്? സ്ലാഗ് എന്ന് പറയുന്നത്. ആ ഒരു ഇക്വേഷൻ ആണ് 5ാമത്തെ ഇക്വേഷൻ. ഫ്ലക്സ് ആയ CaO, ഗ്യാങ് ആയ SiO2, ഇത് രണ്ടും കൂടി ചേർന്നതുണ്ടാവുന്നു സ്ലാഗ് ആയ CaSiO3 ഉണ്ടാവുന്നു. അപ്പൊ ഇവിടെ സ്ലാഗ് ആരാണ്? CaSiO3 ആണ്. അപ്പോൾ സ്ലാഗ് ഫോർമേഷന്റെ ഇക്വേഷൻ ആണ് 5ാമത്തെ ലാസ്റ്റത്തെ ഇക്വേഷൻ. സ്ലാഗ് ആയിട്ട് വരുന്നത് CaSiO3. അപ്പോൾ എന്താണ്? റിമൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഇമ്പ്യൂരിറ്റി ആണ് SiO2. അപ്പൊ അതൊരു ഗ്യാങ് ആണ്. ആ ഗ്യാങ്ങിനെ റിമൂവ് ചെയ്യാൻ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? സ്ലാഗ് ആയ കാൽസ്യം ഓക്സൈഡ് ആഡ് ചെയ്യുന്നു. കാൽസ്യം ഓക്സൈഡ് എന്ത് ചെയ്യുന്നു? SiO2 ആയിട്ട് കമ്പൈൻ ചെയ്തിട്ട് സ്ലാഗ് ഫോം ചെയ്യുന്നു. CaSiO3 നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. ഇനി 14th ക്വസ്റ്റ്യൻ. ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ആൻ ഓർഗാനിക് കോമ്പൗണ്ട് ഇസ് ഗിവൺ. ഒരു ഓർഗാനിക് കോമ്പൗണ്ടിന്റെ സ്ട്രക്ചറൽ ഫോർമുല തന്നിരിക്കുന്നു. CH3 സിംഗിൾ ബോണ്ട്, CH2 സിംഗിൾ ബോണ്ട്, CH ഡബിൾ ബോണ്ട്, CH2. 4 കാർബൺ ആറ്റംസ് ഉള്ള ഒരു ഡബിൾ ബോണ്ട് ഉള്ള ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ആണ്. റൈറ്റ് ഡൗൺ ദ IUPAC നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്. ഇതിന്റെ എന്ത് എഴുതണം? IUPAC നെയിം എഴുതണം. അപ്പൊ നമ്മുടെ കോമ്പൗണ്ട് എന്താണ്? നമ്പർ 14, ക്വസ്റ്റ്യൻ നമ്പർ 14 കോമ്പൗണ്ട് CH3 CH2 CH ഡബിൾ ബോണ്ട് CH2, ഇതാണ് നമ്മുടെ കോമ്പൗണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഇതിന് IUPAC നെയിം എഴുതണം. അപ്പൊ IUPAC നെയിം എഴുതണമെങ്കിൽ എന്ത് വേണം? അതിന്റെ വേർഡ് റൂട്ട് വേണം, പൊസിഷൻ ഓഫ് ദ ഡബിൾ ബോണ്ട് വേണം, അതുപോലെ അതിന്റെ എന്ത് വേണം? സഫിക്സും നമുക്ക് എന്ത് ചെയ്യണം? എഴുതേണ്ടതുണ്ട്. അപ്പൊ വേർഡ് റൂട്ട് 4 കാർബൺ ആറ്റംസ് ഉള്ളതുകൊണ്ട് വേർഡ് റൂട്ട് എന്താണ്? ബ്യൂട്ട് ആണ്. വേർഡ് റൂട്ട് ബ്യൂട്ട്. ഇനി ഇതിന്റെ പൊസിഷൻ ഓഫ് ദ ഡബിൾ ബോണ്ട്. അപ്പോൾ നമ്മൾ നമ്പർ ഇടാണ് 1 2 3 4 1 2 3 4. 2 ഡയറക്ഷനിൽ നമ്പർ ഇട്ടപ്പോൾ ലോവസ്റ്റ് നമ്പർ വന്നതാണ് 1 ആണ്. ഡബിൾ ബോണ്ട് ഉള്ള കാർബണിന് വന്ന ലോവസ്റ്റ് നമ്പർ 1 ആണ്. അപ്പോൾ ഹൈഫൺ ഇട്ടിട്ട് ബ്യൂട്ട് 1, ഡബിൾ ബോണ്ട് ആയതുകൊണ്ട് സഫിക്സ് എന്ത് വരും? ENE എന്ന് വരും. ബ്യൂട്ട് 1 ENE. ഇതാണ് എന്ത്? ഇതിന്റെ എ ക്വസ്റ്റ്യന്റെ ആൻസർ. ഇതിന്റെ IUPAC നെയിം എന്ന് പറയുന്നത് ബ്യൂട്ട്
1En. ഇനി അതിന്റെ ബി ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ഇറ്റ്സ് മോളിക്കുലാർ ഫോർമുല? എങ്ങനെയാ മോളിക്കുലാർ ഫോർമുല എഴുതുക? വളരെ സിമ്പിൾ ആണ്. എന്ത് ചെയ്താൽ മതി? അതിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസിനെ കൂട്ടി എഴുതുക. അപ്പോൾ മോളിക്കുലാർ ഫോർമുല ഇതിലാകെ കാർബണും ഹൈഡ്രജനും മാത്രമാണുള്ളൂ. അപ്പൊ എത്ര കാർബൺ ആറ്റംസ് ഉണ്ട്, എത്ര ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്, ഇത് എഴുതി കഴിഞ്ഞാൽ മോളിക്കുലാർ ഫോർമുല. അപ്പൊ ബി ക്വസ്റ്റ്യൻ, 4 കാർബൺ ആറ്റംസ് ആൻഡ് 8 ഹൈഡ്രജൻ ആറ്റംസ്. 4 കാർബൺ ആറ്റംസും 8 ഹൈഡ്രജൻ ആറ്റംസ് ആണ് ഇതിലുള്ളത്. അപ്പൊ ഇതിന്റെ മോളിക്കുലാർ ഫോർമുല C4H. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മോളിക്കുലാർ ഫോർമുല ഓഫ് ദ അഡ്ജസന്റ് ഹോമോലോഗ് കമ്മിങ് ആഫ്റ്റർ ഇറ്റ്? അപ്പൊ ഈ ഒരു ഹോമോലോഗസ് സീരീസിൽ, ഏത് നമ്മുടെ ആൽക്കീൻസിന്റെ ഹോമോലോഗസ് സീരീസിൽ ഇപ്പൊ C4H8 ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഇത് കഴിഞ്ഞ് തൊട്ട് മുന്നിൽ വരുന്ന ഹോമോലോഗ് ആരാണ്? അപ്പൊ എന്തായിരിക്കും? ഇവിടെ C4H8, അടുത്തതിൽ എന്തായിരിക്കും? C5H10 ആയിരിക്കും. ഇതിന്റെ CnH2n ആണ് എന്ത്? ആൽക്കീന്റെ ജനറൽ ഫോർമുല. എത്ര കാർബൺ ആറ്റംസ് ഉണ്ടോ അതിന്റെ ഡബിൾ ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ടാവും. അപ്പോൾ സി പാർട്ടിന്റെ ആൻസർ, തൊട്ടടുത്തതിന് 5 കാർബൺ ആറ്റംസ്, അപ്പോൾ 10 ഹൈഡ്രജൻ ആറ്റംസ്, C5H10. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ട് കഴിഞ്ഞു. ഇനിയുള്ളത് 15ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഓപ്ഷണൽ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ ചെയ്യാം. കംപ്ലീറ്റ് ദ ടേബിൾ യൂസിങ് നെയിംസ് ഓഫ് റിയാക്ഷൻസ് ഗിവൺ ഇൻ ദ ബോക്സ്. കുറച്ച് റിയാക്ഷൻസ് ഈ പെട്ടിയിൽ തന്നിട്ടുണ്ട്. അതുപോലെ വേറെ കുറച്ച് റിയാക്ഷൻസിന്റെ കെമിക്കൽ ഇക്വേഷൻ നമുക്ക് മറ്റൊരു ടേബിൾ തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ഈ ഒരു ടേബിൾ ഫില്ല് ചെയ്യണം. അപ്പൊ ഫസ്റ്റ് നോക്കൂ, CH3 CH ഡബിൾ ബോണ്ട് CH2 എന്താണ്? പ്രൊപ്പീൻ ആണ്, Prop1En ആണ്. അതിലേക്ക് ഹൈഡ്രജൻ അറ്റാക്ക് ചെയ്തിട്ട് പ്രൊപ്പൈൻ ഫോം ചെയ്യാണ്. അപ്പൊ എന്താ? ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യണം. ഹൈഡ്രജൻ വന്നിട്ട് ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്ത് എന്താണ്? പ്രൊപ്പൈൻ ആയിട്ട് മാറുകയാണ്. അപ്പൊ ഇത് എന്ത് റിയാക്ഷൻ ആണ്? അഡീഷൻ റിയാക്ഷൻ ആണ് അല്ലെ? ഹൈഡ്രജനെ ആഡ് ചെയ്തിരിക്കുകയാണ്. ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഹൈഡ്രജൻ നമ്മൾ അവിടെ ആഡ് ചെയ്തു. അപ്പോ എ എന്ന് പറയുന്നത് അഡീഷൻ റിയാക്ഷൻ ആണ്. അപ്പോ 15th ക്വസ്റ്റ്യനിലെ എ എന്ന് പറയുന്നത് അഡീഷൻ റിയാക്ഷൻ. ഓക്കെ, ഇനി അതിലെ ബി നോക്കാം. ബി, CH3 സിംഗിൾ ബോണ്ട് CH3 ഈഥൈനിലേക്ക് ക്ലോറിൻ അറ്റാക്ക് ചെയ്യുന്നു. ക്ലോറിൻ അറ്റാക്ക് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു? CH3 CH2Cl, 1 ക്ലോറോ ഈഥൈനും അതോടൊപ്പം HCl കിട്ടുന്നു. ഇവിടെ എന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യണം? ആറ്റംസിനെ എക്സ്ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഒരു ആറ്റത്തിന് മറ്റൊരു ആറ്റം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇത് എന്ത് റിയാക്ഷൻ ആണ്? സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. ഓക്കെ, ബി ക്വസ്റ്റ്യൻ ആൻസർ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. അപ്പോ 15B സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഓക്കെ, ഇനി 15ന്റെ സി നമുക്കറിയാം എന്താ? ഒരു CH4 എന്ന് പറയുന്നത് എന്താണ്? മീഥൈൻ ആണ്, ഒരു ഹൈഡ്രോ കാർബൺ ആണ്. അത് എന്തുമായിട്ട് റിയാക്ട് ചെയ്യാണ്? ഓക്സിജൻ, ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ടു ഫോം വാട്ട്? കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. അപ്പോൾ ഒരു ഹൈഡ്രോ കാർബൺ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടർ ഫോം ചെയ്യുന്ന റിയാക്ഷൻ ഏത് റിയാക്ഷൻ ആണ്? കമ്പഷൻ റിയാക്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഹൈഡ്രോ കാർബൺ ഓക്സിജനായിട്ട് കമ്പൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുക? കമ്പഷൻ ആണ് സംഭവിക്കുക. അപ്പോൾ സിയുടെ ആൻസർ കമ്പഷൻ എന്നാണ്. സിയുടെ ആൻസർ കമ്പഷൻ. ഓക്കെ, അപ്പോൾ 15th ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്തു. സെക്ഷൻ സി ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ സെക്ഷൻ ആണ്. അതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ആൻസർ ചെയ്ത് കഴിയും. അപ്പോൾ നമുക്ക് സെക്ഷൻ ഡിയിലേക്ക് കടക്കാം.